ചെയ്യാത്തത് എന്തെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ആരോഗ്യമന്ത്രി. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് KGMOA. മുന്നണി ബന്ധങ്ങളിൽ വീണ്ടും ചെറുചലനങ്ങൾ. ഇടതുമായി സഹകരിക്കാൻ തയ്യാറെന്ന് MP രാഘവൻ. ചർച്ച ചെയ്യുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുന്നണി വിട്ടവർ തിരിച്ചുവരണമെന്ന പ്രകാശ് കാരാട്ടിന്റെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ടെന്ന് VS. LDFന്റെ നയവും പരിപാടിയും അംഗീകരിക്കുന്ന ആരു വന്നാലും സ്വീകരിക്കുമെന്ന് വൈക്കം വിശ്വൻ. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികളെ ഇന്നറിയാം. രണ്ടാം സെമിയിൽ എക്സ്ട്രാ ടൈമിൽ പഞ്ചാബ് സർവീസസിനെ നേരിടുന്നു. സർവീസസ് 2-1 മുന്നിൽ. ന്യൂഡൽഹിയിൽ 7 വയസ്സുകാരി ബലാത്സംഗത്തിനിരയായി. മംഗലാപുരിയിലായിരുന്നു സംഭവം. MCD സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിനിരയായത്. രോഷാകുലരായ നാട്ടുകാരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ലിജോ ചേരും. ലിജോ, എന്താണ് സംഭവിച്ചത്? പോലീസ് ഏത് സാഹചര്യത്തിലാണ് ലാത്തി വീശിയത്? രാജീവ്, മംഗോൾപുരി പോലീസ് സ്റ്റേഷന് ഇരുവശവുമുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇപ്പോൾ കുറച്ചു മുമ്പ് റോട്ടിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആദ്യം ഇരുവശത്തുമുള്ള ആളുകൾ റോഡിലൂടെ വരുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ഒപ്പം ടയറുകളും മറ്റും കത്തിച്ച് റോട്ടിലേക്ക് ഇടുകയുമായിരുന്നു. തുടർന്നാണ് പോലീസുകാർ രംഗത്തെത്തുന്നത്. ആദ്യം പോലീസുകാർ നിശ്ചലരായി നിന്നെങ്കിലും പിന്നീട് അവർ ആളുകളെ അടിച്ച് അതുപോലെ തന്നെ ലാത്തി വീശിയും ഓടിക്കുകയായിരുന്നു. 1-2 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. തീരെ ചെറിയ കുട്ടികളടക്കം ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് കല്ലെറിയുകയും മറ്റും ചെയ്തു. തുടർന്ന് സ്ഥലത്തെ ചില ആളുകൾ വന്നാണ് ഇവരെ അല്പമെങ്കിലും ശാന്തരാക്കിയത്. ഇതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് നേരത്തെ ഡൽഹി പെൺകുട്ടി പീഡനത്തിന് ഇരയെ തുടർന്ന് ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നടത്തുന്ന ആളുകൾ, വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇവരെ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കടത്തിയെങ്കിലും മീഡിയ വണ്ണിലെ ആളുകൾ മാത്രമേ, മീഡിയ വണ്ണിന്റെ ക്യാമറമാനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ അതിനുള്ളിലേക്ക് കടത്തിവിട്ടില്ല. നമ്മളെ അവിടുന്ന് പുറത്തേക്ക് ഉന്തി തള്ളുകയായിരുന്നു പോലീസ്. തുടർന്ന് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോഴും സ്ഥിതി ഏതാണ്ട് ശാന്തമാണ്, എങ്കിലും പോലീസ് അവിടെവിടങ്ങളിലായി തമ്പടിച്ചിരിക്കുകയാണ്. രാജീവ്, ലിജോ, തലസ്ഥാനം സുരക്ഷിതമല്ല എന്ന സന്ദേശം ആവർത്തിക്കുകയാണ്. പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? കൃഷ്ണേന്ദു, പെൺകുട്ടിക്ക് ഇപ്പോഴും ആന്തരിക രക്തസ്രാവം ഉണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന സൂചന. പെൺകുട്ടിയുടെ നില വളരെ ഗുരുതരമാണ്. അത്രയും വിവരം മാത്രമേ നമുക്ക് അവിടുന്ന് ലഭിക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം ആ സ്ഥലത്തേക്കും ഇപ്പോഴുള്ള സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ആ പ്രദേശത്തും വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ തല്ലിത്തറക്കുകയും അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുമാണ് ഉള്ളത്. കൃഷ്ണേന്ദു, നന്ദി ലിജോ. ഡൽഹിയിൽ 7 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലിജോ വർഗീസ്. മറ്റൊരു വാർത്തയിലേക്ക്. ഡോക്ടർമാരുടെ സൂചനാ സമരം ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. സമരം സാധാരണക്കാരായ രോഗികളെയാണ് ദുരിതത്തിലാക്കിയത്. തെക്കൻ ജില്ലകളിലെ ആശുപത്രികളുടെ പ്രവർത്തനത്തെ സമരം കാര്യമായി ബാധിച്ചു. ജൂനിയർ ഡോക്ടർമാരും ഹൗസ് സർജന്മാരുമായിരുന്നു പരിശോധനക്കുണ്ടായിരുന്നത്. ദൂരെ സ്ഥലങ്ങളിൽ നിന്നും ആശുപത്രിയിലെത്തിയതിനു ശേഷമാണ് പലരും സമരത്തെക്കുറിച്ച് അറിഞ്ഞത്. രോഗികളുടെ നീണ്ട നിര തന്നെയായിരുന്നു ആശുപത്രികളിൽ. തിരുവനന്തപുരത്ത് 47% ഡോക്ടർമാർ മാത്രമാണ് ജോലിക്കെത്തിയത്. മധ്യ കേരളത്തിൽ അത്യാഹിത വിഭാഗങ്ങളും ഭാഗികമായിരുന്നു. ഇപ്പൊ നാളെ വന്ന് മരുന്നൊക്കെ തീർന്നുണ്ട്. എന്ന് വേദനയായിട്ട് നടക്കണ്ടല്ലേ, ബെൽറ്റ് ഇട്ടാക്കണ്ട, സുഖമില്ല, ചെറിയ ചികിത്സകൾ മാത്രമായിരുന്നു ലഭിച്ചതെന്ന് രോഗികൾ പറഞ്ഞു. ചേർത്തലയിൽ ഡോക്ടർമാർ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ മുഴുവൻ സേവനങ്ങളിൽ നിന്നും വിട്ടുനിന്നു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളെയും പണിമുടക്ക് സാരമായി ബാധിച്ചു. അത്യാഹിത വിഭാഗങ്ങളിൽ ജൂനിയർ ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭിച്ചത്. കാരണങ്ങൾ എന്തൊക്കെയായാലും സർക്കാർ ഡോക്ടർമാരുടെ സമരം ബാധിച്ചത് സാധാരണക്കാരെയാണ്, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളില്ലാത്ത മലയോരത്തെയും ഗ്രാമങ്ങളിലെയും സാധാരണ ജനങ്ങളെ. കോഴിക്കോട് നിന്നും ഇർഷാദ് പടന്ന, മീഡിയ 1. ഡോക്ടർമാരുടെ സമരത്തിൽ സർക്കാരിന് ഹൈക്കോടതി വിമർശം. സമരക്കാർക്കെതിരെ എസ്മ പ്രയോഗിക്കാത്തതെന്തെന്ന് കോടതി ചോദിച്ചു. ആരോഗ്യവകുപ്പ്, KGMOA, IMA തുടങ്ങിയവർക്ക് കോടതി നോട്ടീസ് അയച്ചു. തിങ്കളാഴ്ച വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി ഉത്തരവ്. സർക്കാർ ഡോക്ടർമാരുടെ സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ. സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന സമരക്കാരുടെ നിലപാട് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ആശുപത്രി ഭരണസ്തംഭനം ഉണ്ടായി, അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഡോക്ടറെ മാറ്റി, അപ്പോൾ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ
അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്നലെ തയ്യാറായിരുന്നു ഗവൺമെൻറ്. അപ്പോൾ ചർച്ച ചെയ്യാൻ പോലും ഞാൻ പറഞ്ഞു സമരം മാറ്റിവെക്കുക, സമരം മാറ്റിവെച്ചിട്ട് ചർച്ചയ്ക്ക് വരണം, ചർച്ചയ്ക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. ഇതിനു മുമ്പ് തന്നെ ആലപ്പുഴ കളക്ടർ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവിടെ ഒരു ഏകദേശ ധാരണയായതാണ്. വീണ്ടും അതിനകത്ത് ഒരു തീരുമാനത്തിലെത്താതെ പിരിഞ്ഞുപോയ സാഹചര്യത്തിലാണ് മന്ത്രി എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ചർച്ചയ്ക്ക് വരാതെ തന്നെ സമരവുമായി മുന്നോട്ട് പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സമരത്തിൽ നിന്നും പിന്മാറണം ഡോക്ടർമാർ. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് ആശുപത്രി പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങുന്നു. സ്ഥലം മാറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 27 മുതൽ ചേർത്തല ആശുപത്രിയിലെ ഡോക്ടർമാർ OPയും സ്വകാര്യ പ്രാക്ടീസും ബഹിഷ്കരിക്കുകയാണ്. സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ രമ്യയെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് ഡോക്ടർമാർ സമരം ആരംഭിച്ചതോടെ ചേർത്തലയിലെ സാധാരണക്കാരായ ആളുകൾ ചികിത്സയ്ക്ക് വഴിയില്ലാതെ വലയുകയാണ്. ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്ന രോഗികളിൽ പലരെയും ഡിസ്ചാർജ് ചെയ്തു. ബാക്കിയുള്ളവരെ മറ്റു ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുകയാണ്. സ്ഥലം മാറ്റം പിൻവലിച്ചിട്ടില്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. കഴിഞ്ഞ ജനുവരിയിലാണ് ചേർത്തല ആശുപത്രിയിലെ പ്രശ്നങ്ങളുടെ തുടക്കം. 2011 സെപ്റ്റംബറിൽ സൂപ്രണ്ടായി ചുമതലയേറ്റ ഡോക്ടർ രമ്യ ഡിസംബർ 30 22 കരാർ ജോലിക്കാരെ പിരിച്ചുവിടുകയും 2 ദിവസത്തിനു ശേഷം തിരിച്ചെടുക്കുകയും ചെയ്തു. കരാർ ജീവനക്കാരെ 1 വർഷത്തേക്കാണ് ജോലിക്കെടുക്കുന്നത്. അടുത്ത വർഷം ഇവരെ ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ പിരിച്ചുവിട്ട ശേഷം കരാർ പുതുക്കി തിരിച്ചെടുക്കണമെന്നാണ് നിയമം. എന്നാൽ 10 വർഷത്തിലധികമായി കരാർ ജീവനക്കാരെ 1 ദിവസത്തേക്ക് പോലും പുറത്തു നിർത്തിയിരുന്നില്ല. ഇതിനിടെയാണ് ഡോക്ടർ രമ്യ ഇവരെ 2 ദിവസത്തേക്ക് പുറത്തു നിർത്തിയത്. പിരിച്ചുവിട്ട ജീവനക്കാരിൽ 6 പേർ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറായില്ല. ഇവർ ചേർത്തല നഗരസഭാ അധ്യക്ഷ ജയലക്ഷ്മി അനിൽകുമാറിന് പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയലക്ഷ്മി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഡോക്ടർ രമ്യയെ സ്ഥലം മാറ്റിയെന്നാണ് KGMOയെ ആരോപിക്കുന്നത്. മീഡിയ 1 ആലപ്പുഴ. സംസ്ഥാന സർക്കാർ സർവീസിലെ ഡോക്ടർമാർ 1 ദിവസം നീളുന്ന പണിമുടക്ക് നടത്തിയിരിക്കുന്നു. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് KGMOയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ OS ശ്യാംസുന്ദർ ചേരുന്നു. ഡോക്ടർ മുഹമ്മദ് അലി IMAയുടെ മുൻ പ്രസിഡന്റാണ് അദ്ദേഹം കണ്ണൂർ സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം സൈജു ഹമീദ് ജനറൽ സെക്രട്ടറിയാണ് എത്തിക്കൽ മെഡിക്കൽ ഫോറത്തിന്റെ. അദ്ദേഹം കൊല്ലത്ത് നിന്ന് ചേരുന്നു. ആരോഗ്യമന്ത്രി VS ശിവകുമാറിനെ ടെലിഫോൺ ലൈനിലും ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ജയലക്ഷ്മി അനിൽകുമാറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം OS ശ്യാംസുന്ദറിലേക്ക്. ശ്യാംസുന്ദർ, വളരെ ലളിതമാണ് ചോദ്യം. ഒരു ഡോക്ടറുടെ സ്ഥലമാറ്റത്തിന്റെ പേരിൽ 1 ദിവസം നീളുന്ന രോഗികളെ വലച്ചുകൊണ്ട് 1 ദിവസം നീളുന്ന ഒരു പണിമുടക്ക് നടത്തേണ്ടിയിരുന്നു. ഈ ചോദ്യം വളരെ ലളിതമായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരു ഡോക്ടറുടെ സ്ഥലമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യം സർക്കാരിനോ അധികൃതർക്കോ ഉണ്ടായിരുന്നു? ഈ ഒരു ചോദ്യം പ്രധാനമായി ചോദിക്കേണ്ടത് ഈ ഒരു ഡോക്ടറുടെ സ്ഥലമാറ്റത്തിന് മാത്രം ഉദ്ദേശിച്ചല്ല. കേരളത്തിലെ അഭിമാനത്തോടെ ജോലി ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് വിലയാണ് ഈ സർക്കാർ തരുന്നത്? നിയമവിധേയമായുള്ള നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച ഒരു ഡോക്ടർ ഒരു കാരണവുമില്ലാതെ സ്ഥലം മാറ്റുകയും അതിന് കാരണം പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അനിഷ്ടം സമ്പാദിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണെങ്കിൽ ഈ ആശുപത്രിയിൽ മാത്രമല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഡോക്ടർ ശ്യാംസുന്ദർ, കാര്യങ്ങൾ വ്യക്തമാണ്, കാരണങ്ങൾ വ്യക്തമാണ്. ഡോക്ടർമാരും മനുഷ്യരാണ്, മനുഷ്യത്വ പരിഗണന അർഹിക്കുന്നവരാണ്. എങ്കിൽ പോലും പ്രതിഷേധത്തിന്റെ വഴി ഈ പണിമുടക്കാണോ? സാധാരണക്കാരായ ജനങ്ങളെ വലച്ചുകൊണ്ടുള്ള പണിമുടക്ക് മാത്രമാണോ ഇതിനുള്ള പരിഹാരം? ഡോക്ടർമാരുടെ പ്രവൃത്തി ജനങ്ങളുടെ സേവനത്തിനുള്ളതാണ്. പ്രവർത്തനം നിർത്തിവെക്കാതെ പണിമുടക്കുകളല്ലാതെ കേരളത്തിലെ ഡോക്ടർമാർക്ക് നീതി കിട്ടാതെ ഒരു അവസ്ഥയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 10 ദിവസമായി ഞങ്ങൾ ഈ കാര്യവും പറഞ്ഞ് ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പുറകെ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണോ, ഒരു ചർച്ച നടത്തുവാനോ ഗവൺമെന്റ് അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ജനങ്ങൾ നീതി കാര്യങ്ങൾ കേൾക്കാൻ ഈ ജനങ്ങൾ നീതി അർഹിക്കുന്നില്ലേ? തീർച്ചയായും ജനങ്ങൾ നീതി അർഹിക്കുന്നു. അത് ഡോക്ടർമാരുടെ അനീതിയുടെ ചെലവിലാവണോ എന്നുമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. തിരിച്ചു വരാം ശ്യാംസുന്ദറിലേക്ക്. ഡോക്ടർ മുഹമ്മദ് അലി, ഡോക്ടർമാരുടെ സംഘടനാ പ്രവർത്തനം അതിരുവിട്ട തോതിലേക്ക് പോകുന്നുണ്ടോ? വളരെ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി പോലും രോഗികളെ വലച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ഡോക്ടർമാർ എടുത്തു ചാടുമ്പോൾ ഈ ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്തേണ്ടതല്ലേ? ഡോക്ടർമാർ സാധാരണ സമരം ചെയ്യുക എന്നുള്ളത് IMA ആയാലും KGM ആയാലും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് സമരം എന്നുള്ളത് ഒരു അവസാന ആയുധമാണ്. അതായത് ഇവിടെ ഒരു ഡോക്ടറെ സ്ഥലം മാറ്റം ചെയ്തു എന്ന ലളിതമായൊരു വിഷയമല്ല ഇതിൽ അന്തർഭവിച്ച് കിടക്കുന്നത്.
ഇവിടെ ഉണ്ടായിരിക്കുന്നത് അവിടെ സൂപ്രണ്ട് ആസ്പത്രി ചേർത്തല താലൂക്ക് ആസ്പത്രി സൂപ്രണ്ട് അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരനെ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയപ്പോൾ അയാളുടെ മേലെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തു. ഒരു ടെമ്പററി എംപ്ലോയി എന്നുള്ളതിന് അദ്ദേഹത്തിന് പിരിച്ചുവിട്ടു. അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന് മന്ത്രിയുടെ ഓർഡർ വന്നു. കാരണം ഇദ്ദേഹം മന്ത്രിയുടെ ഒരു പാർട്ടിക്കാരനായിരിക്കാം. ഏതായാലും മന്ത്രി വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഡോക്ടർക്ക് അത് തിരിച്ചെടുക്കാൻ വിഷമമുണ്ട്. കാരണം ഡിസിപ്ലിനറി ആക്ഷന് വിധേയമായ ഒരു എംപ്ലോയിയാണ്. ഇവിടെ മന്ത്രി വാസ്തവത്തില് അദ്ദേഹത്തിന് ഈ എംപ്ലോയിയെ പിരിച്ചുവിട്ടത് അനധികൃതമാണെന്ന് തോന്നുകയാണെങ്കിൽ വാസ്തവത്തിൽ ഗവൺമെന്റ് എന്തുകൊണ്ട് ഒരു ഓർഡർ ഇറക്കിക്കൂടാ? ഒരു അന്വേഷണം നടത്തി ആ എംപ്ലോയിയെ തിരിച്ചെടുക്കണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടുകൂടാ? നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈയിടെ IAS ഓഫീസേഴ്സ്, സെക്രട്ടറിമാര്, ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നു. അവരൊന്ന് എടുത്ത തീരുമാനം, ചീഫ് സെക്രട്ടറിയുടെ സമ്മതത്തോടെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് മന്ത്രിമാരുടെ നിയമവിരുദ്ധമായിട്ടുള്ള ഓർഡറുകൾ നടപ്പിൽ വരുത്തേണ്ടതില്ല എന്നും ക്യാബിനറ്റ് നോട്ടിൽ അത് എഴുതി വെച്ചുകൊള്ളാനും സെക്രട്ടറിക്ക് അനുവാദം കൊടുത്ത് ചീഫ് സെക്രട്ടറിയാണ് അനുവാദം കൊടുത്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നടക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ്. മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് അനധികൃതമായ ഓർഡറുകൾ, നിയമവിരുദ്ധമായ ഓർഡറുകൾ പിന്നെ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരിൽ ഉണ്ടാകുമ്പോൾ അത് നിഷേധിക്കുമ്പോൾ അവരെ വിക്ടിമൈസ് ചെയ്യുക, അവരെ പണിഷ് ചെയ്യുക, അവരുടെ നേരിടെ ഗുരുതരമായ നടപടികൾ എടുക്കുക. ഇത് ശരിയല്ല. ഇപ്പോൾ ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ജയലക്ഷ്മി അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി ജയലക്ഷ്മി അനിൽകുമാർ, കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടതാണ് പ്രശ്നം. പിരിച്ചുവിട്ട കരാർ ജീവനക്കാരെ തിരിച്ചെടുക്കണം എന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. അതിന് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയത്തിന്റെ പുറകിൽ, ഈ രാഷ്ട്രീയം കാരണമാണ് ഒരു ദിവസം നീളുന്ന ഒരു സമരത്തിലൂടെ കേരളത്തിലെ സാധാരണക്കാരായ രോഗികൾ ബുദ്ധിമുട്ടിലായത്. ഈ രാഷ്ട്രീയം ഒഴിവാക്കാമായിരുന്നില്ലേ? ചേർത്തല ആശുപത്രിയിലെ കരാർ ജീവനക്കാരുടെ പ്രശ്നം ആ ആശുപത്രിയിലെ സൂപ്രണ്ടിന് തീരുമാനിക്കാൻ വിട്ടുകൊടുക്കാമായിരുന്നില്ലേ ചേർത്തല മുനിസിപ്പാലിറ്റിക്ക്? ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ഒരു കരാർ ജീവനക്കാരനെ പിരിച്ചുവിട്ട വിഷയമല്ല ഇവിടുത്തെ വിഷയം. ഗവൺമെന്റ് ഓർഡർ പ്രകാരം ജീവനക്കാരെ പിരിച്ചുവിടേണ്ട കാലാവധിക്ക് പിരിച്ചുവിടുന്നതിന് നമുക്ക് പരാതിയൊന്നുമില്ല. ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതനുസരിച്ചേ പറ്റൂ. ആ ഒരു വിഷയമല്ല ഇവിടെ ഉള്ളത്. ഈ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടായി വരുന്നിരുന്ന ശ്രീമതി ഡോക്ടർ രമ്യ ഒരു തരത്തിലും ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായി യോജിച്ച് പോകാത്ത സാഹചര്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുമായിട്ട് ചെറിയ രീതിയിൽ മാനസികമായി വ്യത്യാസം വന്നത്. ശ്രീമതി ജയലക്ഷ്മി അനിൽകുമാർ, എന്തായിരുന്നു അവർ ആശുപത്രിയുടെ സാഹചര്യങ്ങളുമായി യോജിച്ചു പോകാത്ത സാഹചര്യം എന്തായിരുന്നു? അവര് കൊടുങ്ങല്ലൂരുകാരിയാണ്. അവർ ആശുപത്രിയിൽ വരുന്നത് 11 മണിക്കാണ്, തിരിച്ചു പോകുന്നത് 2:45. ആശുപത്രിയിൽ സൂപ്രണ്ട് എന്നുള്ള രീതിയിൽ മതിയായ സേവനം കിട്ടിയിരുന്നില്ല. അതാണ് പ്രധാന ലക്ഷ്യം. പ്രധാന പ്രശ്നം അതാണ്. അതിനെക്കുറിച്ച് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് യോജിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. തുടർന്ന് വരുന്ന ഓരോ പ്രവർത്തനങ്ങളിലും HMC എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയെ അംഗീകരിക്കാതെ പോകുന്ന ഒരു നിലപാടാണ് അവരെടുത്തിരുന്നത്. ശ്രീമതി ജയലക്ഷ്മി അനിൽകുമാർ, സൂപ്രണ്ടിനെ സ്ഥലം മാറ്റുക എന്നല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരം ഇല്ലായിരുന്നു എന്നാണോ പറയുന്നത്? കാരണം സാധാരണക്കാരായ ജനങ്ങൾ ഈ പണിമുടക്കിനും ഈ കിടമത്സരത്തിനിടയിൽ പെട്ടുഴലുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ? KGMOയെ സമരത്തിലേക്ക് വന്നതുകൊണ്ടല്ലേ? KGMO എന്തൊരു രാഷ്ട്രീയ സംഘടനയാണോ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ജയലക്ഷ്മി അനിൽകുമാർ. OS ശ്യാംസുന്ദർ, ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ പറയുന്ന ന്യായം ഇതാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു ഏറെ സേവന തൽപരയായ ഒരു ഡോക്ടറെയാണ്, അല്ലെങ്കിൽ ചേർത്തല ആശുപത്രിയെ മികവിന്റെ കേന്ദ്രത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ച ഒരു ഡോക്ടറെയാണ് സ്ഥലം മാറ്റിയതെന്ന്. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ പറയുന്നു സമയത്തിനെത്താത്ത, അവിടുത്തെ സാഹചര്യവുമായി യോജിച്ചു പോകാൻ തയ്യാറാകാത്ത ഒരു ഡോക്ടറെയാണ് സ്ഥലം മാറ്റിയതെന്ന്. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ NABH അക്രഡിറ്റേഷൻ ആ ആശുപത്രിക്ക് കിട്ടുമായിരുന്നു. ആ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രോഗികൾ പരാതികൾ ഉണ്ടായിരുന്നോ? അവിടുത്തെ DMOയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നു? ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നു? ഇങ്ങനെയുള്ള പരാതി ഉണ്ടായിരുന്ന പരാതി ഉന്നയിക്കേണ്ട വേദികളും ഉണ്ടായിരുന്നു. ആ വേദികൾ ഉന്നയിക്കാതെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാത്രം മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ട്? ജയലക്ഷ്മി അനിൽകുമാർ, ഈ ചോദ്യത്തിന് മറുപടി വേണം. എന്തെങ്കിലും പരാതികൾ ഡോക്ടർക്കെതിരെ ജില്ലാ ആരോഗ്യ വിഭാഗത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന ആരോഗ്യ വിഭാഗത്തിലോ നൽകപ്പെട്ടിരുന്നു? ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഉന്നയിക്കപ്പെടേണ്ടതല്ലേ? കൃത്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നതാണ്.
NABH അക്രഡിറ്റേഷന് വേണ്ടി പാടുപെട്ടത് മുഴുവൻ 3-4 വർഷങ്ങളായിട്ട് ചേർത്തല നഗരസഭയും സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര ഗവൺമെന്റും അതോടൊപ്പം ആശുപത്രിയിൽ സജീവമായി സാന്നിധ്യമായിരുന്ന ഡോക്ടർമാരും അന്നുണ്ടായിരുന്ന സൂപ്രണ്ടുമാരടക്കമുള്ള പ്രവർത്തകരാണ്. ഈ രമ്യ അവിടെ ചാർജ് എടുക്കുന്നത് 5/9/2011 ശ്രീമതി ജയലക്ഷ്മി അനിൽകുമാർ, ഈ ഡോക്ടറിനെതിരെ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്നും എന്ത് പരാതിയാണ് ലഭിച്ചത്? കൃത്യമായി പറഞ്ഞാൽ എങ്ങനെ? ഈ ഡോക്ടർ രമ്യക്കെതിരെ എന്ത് പരാതിയാണ് അധികാരപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചത്? അധികാരപ്പെട്ട കേന്ദ്രങ്ങളിൽ കൊടുത്തിരുന്നത് അവർക്കെതിരെ ലഭിച്ച പരാതി എന്താണ്? ഏത് തരത്തിലുള്ള കൃത്യവിലോപം കാണിക്കുന്നു എന്നുള്ള പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. പറയൂ. പരാതി നഗരസഭയാണ് പരാതി കൊടുത്തത്. എന്ത് പരാതിയാണ് ഉന്നയിച്ചത് എന്നാണ് ചോദ്യം. ഡോക്ടർ ശ്യാം സുന്ദർ പറയുന്നത് അവർക്കെതിരെ യാതൊരു പരാതിയും വന്നിട്ടില്ല, മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിയത് ഈ ഡോക്ടർ രമ്യയാണെന്ന് ഡോക്ടർ ശ്യാംകുമാർ ഇപ്പോൾ പറഞ്ഞു. ഒരിക്കലുമല്ല. ഈ ഡോക്ടർ രമ്യയെ കുറിച്ച് പരാതി എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഡോക്ടർ രമ്യ സൂപ്രണ്ടായിരിക്കെ സൂപ്രണ്ടിന്റെ മതിയായ സേവനം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആർക്കാണ് പരാതി ശ്രീമതി ജയലക്ഷ്മി? പരാതി HMC ചെയർമാൻ എന്നുള്ള രീതിയിൽ, മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കാണ് പരാതി. തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ഡോക്ടർ സൈജു ഹമീദ്, മെഡിക്കൽ എത്തിക്കൽ ഫോറത്തിന്റെ ജനറൽ സെക്രട്ടറി കൊല്ലത്തുണ്ട്. ഡോക്ടർ സൈജു ഹമീദ്, ഇത്തരം തർക്കങ്ങൾ മാറ്റിവെക്കാം. ഡോക്ടറുടെ അല്ലെങ്കിൽ വൈദ്യപരിശോധന ശീലിച്ച ഒരാളുടെ ധാർമ്മികതയ്ക്ക് യോജിച്ചതാണോ ഇന്ന് ഈ നടന്ന സമരം? തീർച്ചയായിട്ടും ഞാൻ സ്വതന്ത്രമായിട്ട് പറയുകയാണെങ്കിൽ I will consecrate my life to the service of humanity. വർഗമോ വർണ്ണമോ രാഷ്ട്രീയ പരിഗണനകളോ ഒന്നും പരിഗണിക്കാതെ തന്നെ എൻ്റെ രോഗിക്ക് സേവനം നൽകുക എന്നുള്ളത് ഒരു ഡോക്ടറുടെ പരമമായ ദൗത്യമാണ്, ഏറ്റവും ഉദാത്തമായ ലക്ഷ്യമാണ്. ആ ഒരു ദൗത്യം മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഒരിക്കലും ഡോക്ടർമാർ പോകാൻ പാടില്ലായിരുന്നു. അതേസമയം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് നടമാടുന്ന അനാരോഗ്യകരമായ ഒരു രാഷ്ട്രീയ ഇടപെടലുകളുടെ ഒരു അനിവാര്യ ദുരന്തമാണ് ഇന്നത്തെ ഈ സമരം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഭരണപരമായ നേതൃത്വം നൽകിക്കൊണ്ട് ആരോഗ്യവകുപ്പിനെ ചടുലമായി മുന്നോട്ട് നയിക്കേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള ഒരു വിഭാഗമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലെ ഡോക്ടർമാർ. കേവലം 400ഓളം ഡോക്ടർമാർ മാത്രമാണ് ഈ കേഡർ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരിൽ തന്നെ വളരെ പ്രഗത്ഭമായ നിലയിൽ ചേർത്തല താലൂക്ക് ഹോസ്പിറ്റലിനെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മികച്ച ആശുപത്രിയായി, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ NABH അക്രഡിറ്റേഷൻ കിട്ടുന്ന താലൂക്ക് ആശുപത്രിയാണ് ചേർത്തല താലൂക്ക് ആശുപത്രി. അതുപോലെ ഒരു സ്ഥാപനത്തെ അത്തരത്തിൽ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയെ നിസ്സാരമായൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് തീർച്ചയായിട്ടും അത് ഈ സമരം ഒരു പ്രതീകാത്മക സമരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയിലേറെയായി ഇത് പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്തരം ഒരു അവസരം ഉപയോഗപ്പെടുത്താതെ ഇത്തരത്തിലുള്ള ഒരു അനിവാര്യമായ ഒരു ദുരന്തത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ സൈജു ഹമീദ് പറഞ്ഞത് ശരിയാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം ഡോക്ടർമാർക്കുണ്ട്. അപ്പോൾ പോലും താങ്കൾ പറയുന്നത് സമരം എന്നത് ശരിയായ രീതിയല്ല, സാധാരണക്കാരെ വലയ്ക്കുക എന്നത് ശരിയായ രീതിയല്ല. ഡോക്ടർ ശ്യാം സുന്ദർ ചോദിച്ച മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് ഇതിന് മറ്റൊരു പരിഹാരം? ഡോക്ടർമാർക്ക് നേരെ സർക്കാർ കാണിക്കുന്ന അനീതിയോട് പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമുക്കറിയാം, നമ്മുടെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മോശമായ ശമ്പള വ്യവസ്ഥയും വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലുമാണ് അവർ. ഡോക്ടർ മുഹമ്മദ് അലിയിലേക്ക്, അദ്ദേഹം കണ്ണൂർ സ്റ്റുഡിയോയിലുണ്ട്. ഡോക്ടർ മുഹമ്മദ് അലി, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഇത് സർക്കാർ ഡോക്ടർമാർ നേരിടുന്ന വലിയ പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമാണ് ഇത്തരം സമരങ്ങൾ എന്ന്. സർക്കാർ ഡോക്ടർമാർക്ക് ഉചിതമായ രാഷ്ട്രീയ ഇടപെടലില്ലാതെ പ്രവർത്തിക്കാൻ പാകത്തിൽ നിയമപരമായ മറ്റു വഴികൾ തേടിക്കൂടെ, സമരം ഒഴിവാക്കിക്കൊണ്ട് തന്നെ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് സംഘടന സമരം ആഹ്വാനം ചെയ്താലും ആ സംഘടനയുടെ നേതാക്കന്മാരെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി വിളിച്ച് ഒരു ചർച്ച നടത്തുമായിരുന്നു. ഇവിടെ വേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത്രയും ഗുരുതരമായ ഒരു സമരം വരുമ്പോൾ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും വലക്കുന്ന
ഒരു സമരം, ഒരു പ്രഖ്യാപിത സമരം ഇവിടെ ഒരു അസോസിയേഷൻ പ്രഖ്യാപിച്ചപ്പോഴേ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ചർച്ചയെങ്കിലും നടത്താമായിരുന്നു. കേരളം ഒരുപാട് സമരം കണ്ട ഒരു സംസ്ഥാനമാണ്. ഏത് ഈർക്കൽ പാർട്ടി സമരം പ്രഖ്യാപിച്ചാലും അവരെ വിളിച്ച് സംഭാഷണം നടത്തുന്ന ഒരു രീതി ഗവൺമെന്റ് ഉണ്ടാകുമായിരുന്നു. ഇവിടെ ധിക്കാരപരമായ നടപടിയാണ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. എന്തുകൊണ്ട് സമര നേതാക്കളുമായി ഒരു ചർച്ച നടത്തി ഇത് ഒഴിവാക്കിക്കൂടാ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സമരം നടത്തുക എന്നുള്ളത് സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KGM ആയാലും IM ആയാലും അത് ലാസ്റ്റ് റിസോർട്ടിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ കഴിഞ്ഞ 1-2 മാസമായി ഈ പ്രശ്നം വളരെ രൂക്ഷമായി വരുന്നതിന് മുമ്പ് ഒരു ദിവസം ഒരു സൂചനാ പണിമുടക്ക് നടത്തി. ഇവിടെയൊക്കെ മുഖ്യമന്ത്രി സംഭാഷണം നടത്താൻ തയ്യാറായിട്ട് പോലും വകുപ്പ് മന്ത്രി ഒരു സംഭാഷണത്തിന് പോലും തയ്യാറായില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വകുപ്പ് മന്ത്രി ജനങ്ങളുടെ ഒരു പ്രതിബദ്ധത പാലിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അദ്ദേഹം ഈ നേതാക്കളുമായി ഒരു ചർച്ച നടത്തി ഈ സമരം ഒഴിവാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തണം. ഡോക്ടർ മുഹമ്മദ് അലി, ഈ പറഞ്ഞ പ്രതിബദ്ധത ഡോക്ടർമാർക്ക് ജനങ്ങളോടില്ലേ? വകുപ്പ് മന്ത്രിയും സമര നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾ നടന്നില്ല എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കെ തന്നെ ഡോക്ടർമാർക്ക് ആരോടാണ് ആത്യന്തികമായി കൂറു പുലർത്തേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റ് ഡോക്ടർമാർ ഇന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥിതികൾ, അതായത് കണ്ടീഷൻസ് വളരെ പരിതാപകരമാണ്. മിക്ക ആശുപത്രിയിലും വേണ്ടപ്പെട്ട ഡോക്ടർമാരില്ല, സ്റ്റാഫ് അംഗങ്ങളില്ല. വളരെ കഷ്ടപ്പെട്ടാണ് നിലവിലുള്ള ഡോക്ടർമാർ ആശുപത്രി നിയന്ത്രിച്ചു പോകുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അവരുടെ സേവനം മെച്ചപ്പെടുത്താനും അവരുടെ സേവനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രമം, ആത്മാർത്ഥമായ ശ്രമം വകുപ്പ് മന്ത്രിയുടെ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകണം. ഇതുണ്ടായില്ല. ഇവിടെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും സാധാരണ മനുഷ്യരാണ്. അവരുടെ പ്രശ്നങ്ങൾ, അതായത് അവരുടെ ഡ്യൂട്ടി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിയമവിരുദ്ധമായ ഓർഡറുകൾ നടപ്പിൽ വരുത്താൻ തന്നെ ക്രൂശിക്കുക എന്നുള്ളത് ശരിയല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞു ഡോക്ടർ സമയത്ത് വരാറില്ല, ഡോക്ടർ ഡ്യൂട്ടിക്ക് വരാറില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ സ്ഥലം മാറ്റം വേണം, ഒരു ഡിസിപ്ലിനറി ആക്ഷൻ. അങ്ങനെ ഒരു ഇൻഡിസിപ്ലിൻ ഡോക്ടർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മെമ്മോ കൊടുക്കണമായിരുന്നു, അവർക്ക് വിശദീകരണം കൊടുക്കണമായിരുന്നു, എന്നിട്ട് അവരുടെ പേരിൽ നടപടി എടുക്കണമായിരുന്നു. സ്ഥാനം മാറ്റം എന്നുള്ളത് ഡോക്ടർ ശ്യാംസുന്ദറിലേക്ക് ഇത്തരം നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. വിശദീകരണം ചോദിക്കാം, അതിന് മറുപടി സ്വീകരിക്കാം, ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടിയെടുക്കാം, സ്ഥലം മാറ്റാം. ഇത്തരം നടപടിക്രമങ്ങളെല്ലാം ഉണ്ട്. ഇതൊന്നും പാലിക്കപ്പെടാതെ ഒരാളെ സ്ഥലം മാറ്റുന്നു. അതിന് നിയമപരമായ പരിഹാരം തേടാൻ സംസ്ഥാന മെഡിക്കൽ സർവീസിൽ യാതൊരു സാധ്യതയുമില്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഞങ്ങൾ ആദ്യം കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതും സമീപിക്കേണ്ടത് ഞങ്ങളുടെ വകുപ്പ് അധികാരികളാണ്. വകുപ്പ് മന്ത്രിയോടും വകുപ്പ് അധികാരികളോട് ഇത് സമീപിക്കേണ്ടത്. ഞങ്ങളത് ചെയ്തു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനീതി ഞങ്ങളോട് കാണിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് വകുപ്പ് മന്ത്രിക്കോ മറ്റുള്ള അധികാരികൾക്കോ ഒരു ഉത്തരമില്ല. അവർക്ക് ആകെപ്പെടെയുള്ളൊരു ഉത്തരം, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അനിഷ്ടം സ്ഥാപിച്ച ഒരു ഡോക്ടർ അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഗവൺമെന്റിന് ഞങ്ങളെ വകുപ്പ് മേധാവിയെ സമീപിച്ചു, വകുപ്പ് മന്ത്രിയെ സമീപിച്ചു, പരാതി പരിഹരിക്കപ്പെടുന്നില്ല. നിയമ സംവിധാനത്തെ സമീപിക്കാൻ ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഇല്ല എന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഇതിനൊരു പരിഹാരമാവുന്നില്ല. ഇത് ഒരു വലിയൊരു നിയമപ്രശ്നത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. പക്ഷെ ഒരു സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിയമപരമായ പരിഹാരം തേടാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തേണ്ടേ? സാധാരണക്കാരും നിർധനരുമായിട്ടുള്ള സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ ശേഷിയില്ലാത്ത രോഗികളാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ചികിത്സ നിഷേധിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം നിയമപരമായ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതായിരുന്നില്ലേ KGMOയെ? ഇത്രയും ഒരു സങ്കീർണമായ ഒരു പ്രശ്നമല്ല ഇത്. അത് വളരെ ഒരു വലിയ നിയമപ്രശ്നത്തിലേക്കോ കോടതിയിലോ ബാധിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. വളരെ സിമ്പിളായിട്ട് ഒരു മന്ത്രിക്കോ ഒരു അധികാരികൾക്കോ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. അവരുടെ ശ്രദ്ധ വളരെ സിമ്പിളായി നിങ്ങൾ ഇത് പരിഹരിച്ചത് ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരെ വലിച്ചുകൊണ്ടാണ് ഇത് വളരെ സിമ്പിളായി പരിഹരിച്ചത്. ജനങ്ങളോട് എന്താണ് പറയാൻ? ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് പരിഹരിച്ചിട്ടില്ല, ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. ഇത് ഇപ്പോഴും ഈ പറയുന്ന വകുപ്പ് അധികാരികളോ ആരോഗ്യമന്ത്രിയോ ഇത് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ശ്രീ ശ്യാംസുന്ദർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം നീളുന്ന ഒരു സമരം നടത്തി, സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ല, സംഘടന കൂടുതൽ കർശനമായ നിലപാടുകളിലേക്ക് പോകേണ്ടി വരും, സർക്കാരും അതുപോലെ പോകേണ്ടി വരും. രണ്ടു കൂട്ടരും കർശന നിലപാടുകളിലേക്ക് പോയാൽ ഇനിയും കാര്യങ്ങൾ സങ്കീർണമാവുകയല്ലേ ചെയ്യുക? തീർച്ചയായും സങ്കീർണമാകത്തേക്ക് പോകും. അതിനുള്ള ഇനിയുള്ള രോഗികളെ വലച്ചുകൊണ്ടുള്ള സമരത്തിന് ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അതിന് പോവുകയില്ല.
തീർച്ചയായും സർക്കാരുമായിട്ടുള്ള ഒരു നിസ്സഹകരണത്തിലേക്കായിരിക്കും ഞങ്ങൾ ഇനി പോകുന്നത്. രോഗികളുടെ പേഷ്യൻസിൻ്റെ കെയറിൽ ഞങ്ങൾക്ക് ഇനി യാതൊരു ഒരു കാര്യവും ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഡോക്ടർ സൈജു ഹമീദിലേക്ക്. ഡോക്ടർ സൈജു ഹമീദ്, സർക്കാർ ഉറച്ചു നിൽക്കുന്നു, KGMOയെയും ഉറച്ചു നിൽക്കുന്നു. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? എന്താണ് പരിഹാരം കാണുക? രണ്ടു കൂട്ടരും കർശന നിലപാടുകളിലേക്ക് നീങ്ങിയാൽ ബുദ്ധിമുട്ടിലാവുക സാധാരണക്കാരായിരിക്കും. തീർച്ചയായിട്ടും ഇത് ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഒരു ബഹിഷ്കരണം ഒരു നിസ്സഹകരണ സമരത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ പ്രോജക്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് 200-നും 300-നും ഇടയ്ക്ക് കോടി രൂപയുടെ ബജറ്റാണ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലൂടെ നമുക്ക് ഇപ്പോൾ നടപ്പിലാക്കേണ്ടുന്നത്. ഇംപ്ലിമെന്റേഷൻ മുഴുവൻ ഈ അവതാളത്തിലാകാൻ പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും ജനക്ഷേമകരമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടേണ്ടുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ പല മികച്ച ഭരണാധികാരികൾക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഈ ഒരൊറ്റ വിഷയം മാത്രമല്ല, KGMO തന്നെ ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് എടുത്തിയാടേണ്ടി വന്നതുകൊണ്ട് തന്നെ ഇതുപോലെ സമാനമായ പല വിഷയങ്ങളും പല ജില്ലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീകാത്മക സമരമായിട്ട് മാത്രമാണ് ഇത് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ. ജയലക്ഷ്മി അനിൽകുമാറിലേക്ക്. ജയലക്ഷ്മി അനിൽകുമാർ, ചേർത്തല മുനിസിപ്പാലിറ്റി സ്വീകരിച്ച ഒരു നടപടി, അതിൻ്റെ ഭാഗമായി ചേർത്തല മുനിസിപ്പാലിറ്റി സ്വീകരിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ചേർത്തല മുനിസിപ്പൽ ആശുപത്രിയിലെ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സംസ്ഥാനത്ത് ആകമാനമുള്ള സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികൾ വലയുന്നു. ഈ തീരുമാനം മാറ്റിക്കാൻ ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോ? ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ. ക്ഷമിക്കണം, സ്ഥലം മാറ്റിയതാണ്. ആ സ്ഥലം മാറ്റം പിൻവലിപ്പിച്ച് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം സുഗമമാക്കാൻ ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് മുൻകൈ എടുക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഗവൺമെന്റിന്റെ ജീവനക്കാരി എന്നുള്ള രീതിയിൽ ഗവൺമെന്റിന് അധികാരമുണ്ട്. ഗവൺമെന്റിന്റെ ജീവനക്കാരെ സ്ഥലം മാറ്റാനും അവരുദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാനും അത് ഗവൺമെന്റിന്റെ അധികാരമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഭരണപരമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി അവര് താമസിക്കുന്ന സ്ഥലത്തേക്ക്, വളരെ അനുയോജ്യമായ സ്ഥലത്തേക്ക് അവരുടെ ആഗ്രഹപ്രകാരം നവംബറിൽ അവര് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്തിരുന്നു. അത് പ്രകാരമാണ് അവരെ ട്രാൻസ്ഫർ ആക്കിയത്. അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തില് ഇനിയിപ്പോ എന്താ ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണ്ടേ? കേവലം അധികാര അവകാശങ്ങളുടെ പ്രശ്നമല്ല ചോദിക്കുന്നത്. അധികാര അവകാശങ്ങൾ ആരുടേതുമായിക്കൊള്ളട്ടെ, സ്ഥലം മാറ്റം ഒരു വലിയ പ്രശ്നമായി സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുണ്ട്. അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ മുഖത്താണ് സംസ്ഥാനത്തെ സർക്കാർ സർവീസിലെ ഡോക്ടർമാർ. അത് പരിഹരിക്കുന്നതിന് ചേർത്തല മുനിസിപ്പാലിറ്റി മുൻകൈ എടുക്കുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ഗവൺമെന്റ് എടുത്ത തീരുമാനം, ഗവൺമെന്റ് എന്ത് തീരുമാനം എടുത്താലും നമ്മൾ ആ രീതിയിൽ പോകും. ഗവൺമെന്റ് സ്ഥലമാറ്റം പിൻവലിക്കുകയാണെങ്കിൽ അംഗീകരിക്കാൻ ചേർത്തല മുനിസിപ്പാലിറ്റി തയ്യാറാണ്. ഗവൺമെന്റിന്റെ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അധികാരം. നമ്മളതനുസരിച്ചിട്ടല്ലേ പറ്റൂ. നന്ദി. ഈ വിഷയത്തിൽ പ്രതികരിച്ച KGMO പ്രതിനിധി ഡോക്ടർ ശ്യാം സുന്ദർ, IMAയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി, എത്തിക്കൽ മെഡിക്കൽ ഫോറം ജനറൽ സെക്രട്ടറി ഡോക്ടർ സൈജു ഹമീദ്, ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ജയലക്ഷ്മി അനിൽകുമാർ എന്നിവർ. സ്പെഷ്യൽ എഡിഷനിൽ